إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജീവിതത്തിൽ ഒരു മുസ്ലിമായി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി എന്നുള്ളത് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ നിഅമത്താണ്. ആ മുസ്ലിമായി ജീവിക്കുന്നിടത്ത് നല്ല ഖൽബ് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുക എന്നുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം നിഷിദ്ധമാക്കിയതിനോട് നിഷിദ്ധമായി തന്നെ അതിനെ കാണാനും പരിശുദ്ധ ദീനുൽ ഇസ്ലാം അനുവദിച്ചു തന്ന കാര്യങ്ങളെ അനുവദിക്കപ്പെട്ട രൂപത്തിൽ തന്നെ സ്വീകരിക്കാനുമുള്ള നല്ല മനസ്സ് വേണം. ഒരു മുഅ്മിനിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി അതാണ്. രാജ്യത്ത് പല ചർച്ചകളും പല സംഭവങ്ങളും നടക്കുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, നല്ല കൽബുള്ള ആളുകൾക്ക് മാത്രമാണ് ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സ്വീകരിച്ച് ജീവിക്കാൻ സാധിക്കുക. അള്ളാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം മനുഷ്യനോട് പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മേഖല, മനസ്സ് നന്നാക്കാത്തവർ നാളെ റബ്ബിന്റെ കോടതിയിൽ വിജയിക്കുകയില്ല എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നമുക്കെല്ലാവർക്കും പരിചയമായ സുപരിചിതമായ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ഖദ് അഫ്ലഹ മൻ സക്കാഹ, ആരാണോ തന്റെ കൽബിനെ തസ്കിയത്ത് ചെയ്തത്, ശുദ്ധീകരിച്ചവർ ആരാണോ അവർ വിജയിച്ചിരിക്കുന്നു എന്നാണ്. അതേപോലെ തന്നെ വഖദ് ഖാബ മൻ ദസ്സാഹ, അതിനെ മലീമസമാക്കിയവർ അവർ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ്
പരിശുദ്ധ ഖുർആൻ ഈ വിഷയത്തിൽ നമ്മളെ ഉണർത്തുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യന്റെ വസ്ത്രം നന്നാക്കിയത് കൊണ്ട് അവന്റെ ഖൽബ് നന്നായിക്കൊള്ളണമെന്നില്ല. ഒരു മനുഷ്യന്റെ വസ്ത്രം നന്നായി എന്നതുകൊണ്ട് അവൻ നല്ല മനുഷ്യനാണ്, അല്ലെങ്കിൽ അവന്റെ രൂപത്തിൽ അവന്റെ ഭാവത്തിൽ നന്മയുടെ ലാഞ്ചനകളുണ്ട് എന്നത് മാത്രം ഒരാളുടെ നന്മയുടെ അടയാളമായി കാണാൻ സാധ്യമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അലാ, മനുഷ്യരെ നിങ്ങൾ അറിയണം, വഇന്ന ഫിൽ ജസദി മുദ്അ, നിങ്ങളുടെ ശരീരത്തിൽ, മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു, അത് നന്നായാൽ അവന്റെ ശരീരം മുഴുവനും നന്നായി. വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു, അത് കേടുവന്നാലോ മനുഷ്യന്റെ ശരീരം മുഴുവനും കേടുവന്നു. അലാ, നിങ്ങൾ അറിയണം, വഹിയൽ ഖൽബ്, അതാണ് മനുഷ്യന്റെ ഹൃദയം. ഹൃദയം നന്നായാലേ മനുഷ്യന്റെ ശരീരം നന്നാവുകയുള്ളൂ. ഹൃദയം നന്നായാലേ മനുഷ്യന്റെ നന്മ തിന്മകളെ വേർതിരിക്കാനുള്ള പക്വതയും പാകതയും ഒരു മനുഷ്യന് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു തിന്മയിൽ നിന്ന് പരിപൂർണമായും ഒരാൾക്ക് വിട്ടുനിൽക്കാൻ കഴിയണമെങ്കിൽ സഹോദരങ്ങൾ, അവന്റെ ഖൽബ് നന്നാവണം. ഖൽബിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു മലീമസമായ ചിന്തയുണ്ടെങ്കിൽ രാജ്യത്ത് നടക്കുന്ന എല്ലാ കോപ്രായങ്ങളിലും നമുക്കുമെന്തേ പങ്കെടുത്തുകൂടെ എന്ന ത്വര, ആ ചോദ്യം നമ്മളിൽ നിന്ന് തന്നെ ഉയരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ നമ്മൾ ശുദ്ധീകരിക്കേണ്ടത് അള്ളാഹു കൽപ്പിച്ചതുപോലെ ഖൽബിനെ നന്നാക്കിക്കൊണ്ട് ജീവിക്കാനാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്. നിങ്ങൾ നോക്കൂ, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിക്കുന്നൊരു ചോദ്യം മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം. ഖീല ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു. റസൂലിനോട് സ്വഹാബത്ത് ചോദിച്ചു, അയ്യുന്നാസി അഫ്ളൽ, റസൂലേ, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യനാരാണ് നബിയെ? നമ്മളൊക്കെ വാദിക്കുന്നത്, നമ്മളൊക്കെ പറയുന്നത് ഞാനൊരു നല്ല മനുഷ്യനാണ്, എന്റെ സ്വഭാവം നല്ലതാണ്, ഞാൻ ആളുകൾക്ക് ദാനം ചെയ്യുന്നവനാണ്, ഞാൻ നമസ്കരിക്കുന്നവനാണ്, സുഹൃതങ്ങൾ ചെയ്യുന്നവനാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിൽ സഹോദരങ്ങൾ, ഈ ഹദീത്ത് എന്ന് നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ടതാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികളുടെ ചോദ്യം, റസൂലേ, അയ്യുന്നാസി അഫ്ളൽ, നല്ല മനുഷ്യനാരാണ് നബിയെ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മഹ്മൂമിൽ ഖൽബി സ്വദൂഖുൽ ലിസാൻ, എല്ലാ മഹ്മൂമുൽ ഖൽബും എല്ലാ സ്വദൂഖുൽ ലിസാനുമാണ്. ഉടനെ സ്വഹാബത്തിന്റെ ചോദ്യം നമുക്ക് കാണാം. ഖാലു സ്വദൂഖുൽ ലിസാനു നഅരിഫുഹു, അല്ലാഹുവിന്റെ റസൂലിനോട് അവർ പറഞ്ഞു, റസൂലേ, സ്വദൂഖുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നാവിനെ സത്യസന്ധമായി ഉപയോഗപ്പെടുത്തുന്ന ആ ലിസാനിനെ കുറിച്ച്, സ്വദൂഖുൽ ലിസാനിനെ കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലായി. വമാ മഹ്മൂമുൽ ഖൽബി യാ റസൂലല്ലാഹ്, റസൂലേ, നിങ്ങൾ പറഞ്ഞ മഹ്മൂമുൽ ഖൽബ് അതെന്താണ് നബിയെ എന്ന് ചോദിക്കുമ്പോൾ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്ന മറുപടി നമുക്ക് കാണാം. ഖാല, നോക്കൂ നിങ്ങൾ, ഹുവ തഖിയ്യു, ഹുവ തഖിയ്യു അന്നഖിയ്യു ലാ ഇസ്മ ഫീഹി വലാ ബഗിയ്യൻ വലാ ഗില്ല വലാ ഹസദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, ഹുവ തഖിയ്യു, മതബോധമുള്ള മനസ്സിന്റെ ഉടമ. ഒന്നാമത്തെ വിഷയം അതാണ് റസൂൽ എണ്ണിയത്. ഒരു നല്ല ഖൽബിന്റെ ഉടമ എന്ന് പറഞ്ഞാൽ ദീനിനെ കുറിച്ച് തഖ്വയുള്ള മനസ്സിന്റെ ഉടമയാൻ. അള്ളാഹുവിന്റെ കൽപ്പനകളാണ് എന്റെ ജീവിതത്തിൽ ഞാൻ നിലനിർത്തേണ്ടത് എന്ന് ചിന്തിക്കുന്ന മനസ്സ്. എന്റെ റബ്ബ് പറഞ്ഞതിനപ്പുറം ആരുടെ തൃപ്തിക്ക് വേണ്ടിയും ഞാൻ എന്റെ ജീവിതത്തെ ആരുടെ മുന്നിലും മടിയറവ് വെക്കുകയില്ല എന്ന ആദർശബോധമുള്ള നല്ല ദൃഢതയുള്ള ആളുകളാവുക എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. രണ്ട്, അന്നഖിയ്യ്, നഖിയ്യ് എന്ന് പറഞ്ഞാൽ പവിത്രമായ ഹൃദയത്തിന്റെ ഉടമയായിരിക്കും അയാൾ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഇസ്മ ഫീഹ്, അങ്ങനെ ഒരു ഖൽബിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ലാ ഇസ്മ ഫീഹ്, ആ ഹൃദയത്തിൽ പാപത്തിന്റെ വാസനകളില്ല, തിന്മകളുടെ വാസനകൾ അവന്റെ ഖൽബിൽ ഉണ്ടാവുകയില്ല. വലാ ബഗിയ്, അതിക്രമങ്ങളോ അതിരുകവിയലോ ഇല്ലാത്ത മനസ്സ്, ആരോടും അതിരുകവിയാത്ത, ആരോടും അതിക്രമം കാണിക്കാത്ത മനസ്സായിരിക്കും അവൻ്റെത്. നോക്കൂ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയില്ല. വലാ ഗില്ല, ഒരാളോടും വിദ്വേഷമോ വെറുപ്പോ വെച്ച് പുലർത്താത്ത ഖൽബ്, ആരോടും വെറുപ്പില്ല, ആരോടും വിദ്വേഷം
വിദ്വേഷമില്ല, അങ്ങനെയുള്ള മനസ്സായിരിക്കും. എന്നിട്ട് തുടർന്ന് പറഞ്ഞത് വലാ ഹസദ്, ഒരാളോടും അസൂയ കാണിക്കാത്ത മനസ്സായിരിക്കുമെന്നാണ്. ഒരു നല്ല മനുഷ്യന്റെ ക്വാളിറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ഒന്ന് മതബോധമുള്ള മനസ്സ്, രണ്ട് പവിത്രമായിരിക്കും ആ മനസ്സ്, മൂന്നാമത്തത് പാപത്തിന്റെ കറകൾ ഉണ്ടാവുകയില്ല, 4 അതിക്രമങ്ങളോ അതിരുകവിയലോ ഇല്ല, 5 ഒരാളോടും വിദ്വേഷമോ വെറുപ്പോ വെച്ച് പുലർത്തുകയില്ല, 6 ഒരു വിഷയത്തിലും ഒരാളോടും അസൂയ കാണിക്കാത്ത മനസ്സായിരിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ ഹദീസ് വെച്ച് നമ്മുടെ കൽബിനെ നമ്മൾ പരിശോധിക്കണം. ആരോടെങ്കിലും വെറുപ്പുണ്ടോ? ആരോടെങ്കിലും വിദ്വേഷമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമസ്കാരം മുറുകെ പിടിച്ചു എന്നതുകൊണ്ട് ജീവിതം ശുദ്ധീകരിക്കപ്പെട്ടു എന്ന് പറയാനായിട്ടില്ല. അത് ഏറ്റവും പ്രധാനമാണ്. ഇതിനെ ശുദ്ധീകരിക്കാൻ പറ്റുന്ന ഒരു മാർഗമാണ് നമസ്കാരം. പക്ഷേ കൽബ് നന്നായി കിട്ടാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ട പണി നമ്മൾ എടുക്കുന്നുണ്ടോ? നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു ഹദീസ് നോക്കൂ. ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യനെ കാർന്നു തിന്നുന്ന വിഷയമാണ് അസൂയ. ഒരാളുടെ ഉയർച്ചയിൽ നമ്മൾ അസൂയപ്പെടുന്നു. ഒരാളുടെ അധികാരത്തിൽ ഒരാൾ കടന്നു വന്നാൽ അയാളെ കണ്ട് അസൂയപ്പെടുന്നു. ഒരാളുടെ സമ്പത്ത്, കയ്യിൽ കൂടുതൽ സമ്പത്ത് വരുമ്പോൾ നമ്മൾ അസൂയപ്പെടുന്നു. ഭംഗിയിൽ അസൂയപ്പെടുന്നവർ, ശാരീരികമായ ആരോഗ്യമുള്ളവനെ കണ്ട് അസൂയപ്പെടുന്നവർ, മറ്റുള്ളവന്റെ കൊട്ടാരത്തെ കണ്ട് അസൂയപ്പെടുന്നവർ, ഇങ്ങനെ ഭൂമിയിൽ അള്ള കൊടുത്ത നിഅമത്തുകളെ കണ്ട് അസൂയപ്പെടുന്ന ആളുകളുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, ലാ യജ്തമിഉ ഫീ ഖൽബി അബ്ദിൻ, 2 കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരുമിച്ച് നിൽക്കുകയില്ല. മുഅ്മിനീങ്ങളെ, അടിവരട്ടൊളി, ലാ യജ്തമിഉ ഫീ ഖൽബി അബ്ദിൻ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ 2 കാര്യങ്ങൾ ഒരുമിച്ച് നിൽക്കുകയില്ല. ഒന്ന് അൽ ഈമാൻ, ഈമാനാണ്. 2 വൽ ഹസദ്, അസൂയയാണ്. അസൂയയും ഈമാനും ഒരു ഹൃദയത്തിൽ ഒരുമിച്ച് നിൽക്കുകയില്ല. ഒരു ഹൃദയത്തിൽ ഈമാനുണ്ടോ ആ ഹൃദയത്തിൽ അസൂയക്ക് സ്ഥാനമില്ല എന്നർത്ഥം. ഒരു ഹൃദയത്തിൽ അസൂയയുണ്ടോ ആ ഹൃദയത്തിൽ ഈമാൻ ദുർബലമാണെന്നർത്ഥം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഈമാൻ എന്നത് നാവ് കൊണ്ട് പ്രകടിപ്പിക്കലല്ല, അത് ജീവിതത്തിൽ പ്രകടമാകേണ്ടതാണ്, കൽബിൽ നിന്ന് ഉയരേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു, അസൂയ ഒഴിവാക്കണമെന്ന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു പണ്ഡിതനാണ് സുഫിയാൻ ഇബ്നു ദീനാർ. താബിഈ പണ്ഡിതനാണ് അദ്ദേഹം. സുഫിയാൻ ഇബ്നു ദീനാർ ഒരിക്കൽ സ്വഹാബികളുടെ കൂടെ ജീവിച്ച അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കൂട്ടുകാരനെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. താബിഈയായ മനുഷ്യൻ ഒരു സഹാബിയുടെ കൂടെ ജീവിച്ച ഒരു കൂട്ടുകാരൻ, അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തെ കണ്ടുമുട്ടിയപ്പോ ഇദ്ദേഹം ചോദിച്ചു, ഒരുപാട് വിഷയങ്ങൾ സുഫിയാൻ ഇബ്നു ദീനാർ അദ്ദേഹവുമായി സംസാരിക്കുകയാണ്. ആ സംസാരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, അഖ്ബിർനി, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം, അൻ അഅമാലു മൻ കാനു ഖബലന, സ്വഹാബികളുടെ ഇബാദത്തുകളെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? സ്വഹാബത്തിന്റെ ഈ ഇബാദത്തിന്റെ പ്രത്യേകത, അവരുടെ ഇബാദത്തിന്റെ മഹിമയെക്കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമെന്നാണ്. ആ സമയത്ത് മഹാനായ സുഫിയാൻ ഇബ്നു ദീനാറിനോട് മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ, സുഹൃത്ത് വിശദീകരിച്ചു കൊടുക്കുകയാണ്. കാനു യഅമലൂന യസീറ വയുജറൂന കസീറ. കാനു, അവരുടെ പ്രത്യേകത, യഅമലൂന യസീറ, അവർ കുറച്ച് ഇബാദത്ത് ചെയ്താലും വയുജറൂന കസീറ, അവർക്ക് ധാരാളം പ്രതിഫലം കിട്ടും. ഇബാദത്ത് കുറച്ച് ചെയ്താൽ പോലും പുണ്യം കൂടുതലായിരിക്കും അവർക്ക് എന്ന് പറഞ്ഞപ്പോ മഹാനായ സുഫിയാൻ ഇബ്നു ദീനാർ ചോദിക്കുകയാണ്, വലിമദാക്, അതെന്താ താങ്കൾ അങ്ങനെ പറയാനുള്ള കാരണം? എന്റെ സ്വഹാബത്തിന് ഇബാദത്ത് കുറഞ്ഞാലും കൂലി കൂടുതലായിരിക്കുമെന്ന് പറയാനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാരൻ വിശദീകരിച്ചു കൊടുക്കുന്ന വാക്ക് കാണാം. ഖാല, അദ്ദേഹം പറഞ്ഞു, ലിസലാമത്തി സുദൂരിഹിം, അവരുടെ ഹൃദയം പവിത്രമായിരുന്നു. ആരോടും വെറുപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത, കൽബിന്റെ ഉള്ളിൽ പകയും വെറുപ്പും വെച്ച് പുലർത്താത്ത, ആ രോഗങ്ങൾ കൽബിലേക്ക് വരാത്ത, തഖ്വയുള്ള, അള്ളാന്റെ കൽപ്പനകളെ മാനിച്ച് ജീവിക്കുന്ന ഏറ്റവും നല്ല കൽബിന്റെ ഉടമകളായിരുന്നു സ്വഹാബികളെന്ന് മഹാനായ സ്വഹാബി സുഫിയാൻ ഇബ്നു ദീനാറിനോട് അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാരൻ വിശദീകരിക്കുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടുകൂടി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യണം. നമ്മുടെ കൽബിനെ നമ്മൾ ശുദ്ധീകരിക്കണം, ഹൃദയത്തെ നമ്മൾ നന്നാക്കണം. ഹൃദയം മലീമസമാകുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ
നമ്മൾ ശ്രദ്ധ പാലിക്കണം. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ശ്രദ്ധിക്കുക സഹോദരങ്ങളെ, സഹാബികൾ ഈ വിഷയത്തിൽ ഏറെ ശ്രദ്ധിച്ചവരാൻ. ഒരാളെ കുറിച്ചും പഴി പറയുന്നില്ല ഞാനെന്ന് ഉറപ്പുവരുത്തുക. കൽബിൽ നിന്ന് ഒരു വെറുപ്പാണ് നാവിലൂടെ പുറത്തു വരുള്ള. ഈബത്തായി, നമീമത്തായി, പരദൂഷണമായി, ആരോപണങ്ങളായി ഒക്കെ പുറത്തു വരുന്നത് എന്താ? നമ്മുടെ കൽബിന്റെ ഉള്ളിലുള്ള ആ വെറുപ്പും വിദ്വേഷമൊക്കെയാണ് പുറത്തേക്ക് ഇങ്ങനെ ചാടുക. ആ ചാടുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ നമ്മുടെ കൽബിൽ എവിടെയോ മലീമസമായ ചില രോഗങ്ങൾ അടഞ്ഞു കിടക്കുന്നു എന്ന് അതിനുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ നടത്തണം. ഇസ്ലാം പഠിപ്പിച്ച ട്രീറ്റ്മെന്റിന്റെ ശൈലികളുണ്ട്, അത് നമ്മൾ സ്വീകരിക്കുന്ന വേണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ മാർഗങ്ങൾ സ്വീകരിച്ചു പോകണം. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി ബിലാൽ ഇബ്നു റബാഹ് ഈമാനിന്റെ നിറകുടമാണ്, കറുത്ത മുത്താണ് മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. കറുത്ത മനുഷ്യനായ ബിലാലിനെ ഒരിക്കൽ മഹാനായ അബൂദർ അൽ ഗഫാരി റളിയല്ലാഹു അൻഹുവും ബിലാൽ റളിയല്ലാഹു അൻഹുവും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായി. വലിയ പ്രശ്നമൊന്നുമില്ല, ഒരു വെറുപ്പും വിദ്വേഷത്തിന്റെയും വഴക്കൊന്നുമല്ല. അവര് തമ്മിൽ വർത്താനത്തിനിടയിൽ ചെറിയൊരു തർക്കമുണ്ടാവുകയും അതൊന്ന് ദേഷ്യത്തിൽ സംസാരിക്കുകയും ചെയ്തപ്പോ മഹാനായ അബൂദർ അൽ ഗഫാരി ബിലാലിനെ നോക്കിയിട്ട് മൂത്ത് നോക്കിയിട്ട് പറഞ്ഞു, കറുത്തവളുടെ മകനെ. വെറുപ്പോണ്ട് പറഞ്ഞൊന്നല്ല, വിദ്വേഷം കൊണ്ട് പറഞ്ഞൊന്നുമല്ല. ആ സമയത്തുണ്ടായ തർക്കത്തിന്റെ വിഷയത്തിൽ കോപം വന്നപ്പോ പറഞ്ഞ വാക്കാണ്. ആ വാക്ക് കേട്ടപ്പോ ബിലാലിന്റെ മനസ്സിന് വല്ലാത്ത വേദന തോന്നി. ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലിന്റെ അടുത്ത് ചെന്ന് പരാതി പറഞ്ഞു, റസൂലേ, എന്റെ അബൂദർ എന്നെ കറുത്തവളുടെ മകനെ എന്ന് വിളിച്ചു. റസൂലേ, എന്നെ ആരങ്ങനെ വിളിച്ചാലും എനിക്ക് പ്രശ്നമില്ലായിരുന്നു, എന്റെ അബൂദറിനെ അങ്ങനെ വിളിക്കാൻ പാടില്ലായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് നോക്കൂ നിങ്ങൾ, അബൂദർ റളിയല്ലാഹു അൻഹു കൊണ്ടുവരപ്പെട്ട് വിളിച്ചു കൊണ്ടുവന്നു. അബൂദറിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ അബൂദർ ഇത്? എന്താണ് ഞാൻ ഈ കേൾക്കുന്നത്? ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ നിന്ന് അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, തെറ്റാണ് ഞാൻ പറഞ്ഞത്, കോപം വന്നപ്പോ വിളിച്ചു പോയതാണ് റസൂലേ. ഈ വാചകം കേട്ട ഉടനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, അബൂദറേ, അല്ലാഹ് മാപ്പാക്ക, ബിലാൽ പൊരുത്തപ്പെട്ടു തരാതെ അല്ലാഹ് നിനക്ക് ഈ പാപം മായ്ച്ചു കളയൂലല്ലോ, അതുകൊണ്ട് ബിലാലിനോട് നീ പൊരുത്തപ്പെടിക്കണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ല അബൂദറേ, നിന്റെ ജീവിതത്തിലെ ചത്ത് ചീഞ്ഞു നാറിയ ആ ദുഷിച്ച ജാഹിലിയത്തിന്റെ സംസ്കാരം ഇന്നും ബാക്കിയുണ്ടോ നിന്നിൽ? നോക്കൂ നിങ്ങൾ, ഒരാളെ കുറിച്ച് ഈബത്ത് പറയുന്നത്, നമീമത്ത് പറയുന്നത്, ഒരാളുടെ ശാരീരികമായ വൈകല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് പരിഹാസത്തിന്റെ സ്വരത്തിൽ സംസാരിക്കുന്നത്, ഇതെല്ലാം നമുക്ക് നിസ്സാരമായി തോന്നിയേക്കാം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് അതൊരു ജാഹിലിന്റെ സ്വഭാവമാണെന്ന്, ജാഹിലിയത്തിന്റെ സംസ്കാരമാണെന്നാണ്. അത് നിന്നിൽ നിന്ന് പോയിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോ ഈ നിൽക്കുന്ന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ നിന്ന് അബൂദർ റളിയല്ലാഹു അൻഹു ചാടി കയ്യിനോട് പിടിച്ചു. ബിലാലിന്റെ കയ്യിന് പിടിച്ചിട്ട് പറഞ്ഞു, ബിലാൽ, ഞാൻ എന്റെ വലത്തെ കവിൾത്തണം, ഈ മണ്ണിൽ വെച്ചു തരാം ബിലാലെ, നിന്റെ ചെരുപ്പ് ധരിക്കാത്ത കാലുകൊണ്ട് എന്റെ ഇടത്തെ കവിളിലേക്കൊന്ന് ചവിട്ടു ബിലാലെ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ആ ജാഹിലിയത്തിന്റെ ദുഷിച്ച സംസ്കാരം എന്നിൽ നിന്ന് നശിച്ചു പോകട്ടെ എന്ന് മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു ചേർത്ത് പിടിക്കുന്നത് ചരിത്രത്തിൽ കാണാം. അല്ലാഹ് നിനക്ക് പുറത്തു തരട്ടെ അബൂദറേ, അല്ലാഹ് നിനക്ക് മാപ്പാക്കി തരട്ടെ അബൂദറേ. ഇതായിരുന്നു സ്വഹാബികൾ. അവരുടെ മനസ്സ് ശുദ്ധമായിരുന്നു സഹോദരങ്ങളെ. ഉള്ളത് അതാത് സമയത്ത് പറഞ്ഞു തീർത്ത് ജീവിതത്തെ നന്നാക്കിയിരുന്നു. കൽബിന്റെ ഉള്ളിൽ വിദ്വേഷം വെച്ച് നടക്കുന്ന, വെറുപ്പ് വെച്ച് നടക്കുന്ന സമ്പ്രദായം സ്വഹാബത്തിനില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ കൽബിനെ കുറിച്ച് മഹാനായ ആ വ്യക്തി വിശദീകരിച്ചത്, അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാരൻ വിശദീകരിച്ചത് ഒരു നിസ്സാര വാക്കല്ല, അത് നമ്മൾ അടിവരയിടണം. ഇനി അങ്ങനെ ഒരു കൽബിൽ നിന്ന് മാറി, വിദ്വേഷത്തിന്റെയും പകയുടെയും തഖ്വയില്ലായ്മയുടെയും ഒക്കെ കൽബിൽ നിന്ന് മാറി നല്ല ഒരു കൽബ് ഉണ്ടാക്കിയെടുക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് സഹോദരങ്ങളെ? വേഗത്തിൽ പറയാം. ഒന്ന്, മുഹബ്ബത്തുല്ലാഹി വറസൂലി, അല്ലാഹുവിനോടും റസൂലിനോടും ഹുബ്ബ് ഉണ്ടാവണം. എങ്ങനെയുള്ള ഹുബ്ബ്? ദുനിയാവിലെ എല്ലാത്തിനേക്കാളും ഖുൽ ഇൻ കാന ആബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅസ്വാജുക്കും വഅശീറത്തുക്കും വഅംവാലിൻ ഖതറബ്തുമുഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിൻ തർലൗനഹാ. ഉമ്മയേക്കാൾ, വാപ്പയേക്കാൾ, ജേട്ടനേക്കാൾ, അനുജനേക്കാൾ, നമ്മുടെ സ്വത്തിനേക്കാൾ, സമ്പത്തിനേക്കാൾ, ദുനിയാവിലുള്ള മുഴുവത്തിനേക്കാളും അല്ലാഹുവിനോടും റസൂലിനോടും ഹുബ്ബ് പ്രകടമാകണം. എങ്കിൽ അത് ഈമാനിന്റെ അടയാളമാണ്. സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ. മൂന്ന് കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിലനിർത്താൻ കഴിഞ്ഞാൽ
അവൻ ഈമാനിന്റെ മധുരം നുകർന്നവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൽ ഒന്നാമത്തെ വിഷയം അയ്യകൂനല്ലാഹ വറസൂലഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. നോക്കൂ, നിങ്ങൾ ഖൽബ് നന്നാവാനുള്ള മാർഗം, ഈമാൻ ഹൃദയത്തിൽ ഉറക്കാനുള്ള മാർഗം, ഈമാനിന്റെ മധുരം നുകരാനുള്ള മാർഗം അയ്യകൂനല്ലാഹ വറസൂലഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. എല്ലാത്തിനേക്കാളും അല്ലാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ഒരു ഖൽബ്. അപ്പോഴാണ് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഖുർആനിന്റെ അടിസ്ഥാനത്തിലാണോ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണോ നമ്മൾ നോക്കുക. അല്ലാഹുവിന്റെ ദീൻ ഒരു കാര്യം പറഞ്ഞാൽ അതിനെ ഒരാളുടെ മുന്നിലും ദീൻ അടിയറവ് വെക്കാതെ നമ്മളത് സ്വീകരിക്കുക. നോക്കൂ, നിങ്ങൾ ആരോടും വെറുപ്പും വിദ്വേഷമില്ലാത്തൊരു ഖൽബ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക. സ്വാഭാവികമായും ഒരാളോടും അസൂയ തോന്നൂല. കാരണം എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ അള്ളാഹു ഒരു മനുഷ്യന് കൊടുത്ത ഔദാര്യത്തിൽ അല്ലെങ്കിൽ അള്ളാഹ് കൊടുത്ത ഔദാര്യത്തെ കണ്ട് അനുഗ്രഹത്തെ കണ്ട് അവർ അസൂയ കാണിക്കണമെന്നാണ്. അസൂയാലുക്കളോട് ചോദിച്ചതാ. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അസൂയ കാണിക്കൂല. കാരണം അള്ളാഹിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യന്റെ ഖൽബിൽ എന്തേ തോന്നുള്ളൂ? അതയാൾക്ക് അള്ളാഹു കൊടുത്തതാണ്. മാഷാ അല്ലാഹു തബാറക്കല്ലാഹ്, അള്ളാഹു അയാൾക്ക് ഇനിയും ബർക്കത്ത് വർദ്ധിപ്പിക്കട്ടെ. എന്നിട്ട് നമുക്ക് അല്ലാഹുവോട് ചോദിക്കാം. ആ മനസ്സായിരിക്കും ഒരു വിശ്വാസിയുടേത്. അതുകൊണ്ട് ഖൽബ് നന്നാവണമെങ്കിൽ ഒന്നാമത്തെ മാർഗം മുഹബ്ബത്തുല്ലാഹി വറസൂലി, അത് ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ വഴി നമസ്കാരം, 5 നേരത്തെ നിസ്കാരത്തിൽ കൃത്യത പാലിക്കുക എന്നുള്ളതാണ്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. എല്ലാ തിന്മകളിൽ നിന്നും മനുഷ്യനെ ശുദ്ധീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ് നമസ്കാരം. ഖൽബ് നന്നാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇബാദത്ത്. ആ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ പാലിക്കുക. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന ഒരു വാക്ക് കാണാം, റക്അത്താനി. ഒരു മനുഷ്യൻ 2 റക്അത്ത് നമസ്കരിക്കുന്നു. മുഖ്തസിദതാനി ഫീ തഫക്കുരി ഖൈറും മിൻ ഖിയാമി ലൈലത്തിൻ വൽ ഖൽബു സാഹിൻ. ഒരു മനുഷ്യൻ 2 റക്അത്ത് നിസ്കരിക്കുന്നു. ആ 2 റക്അത്തിൽ അയാൾ ഓതുന്ന ആയത്തുകളുടെയും സൂറത്തുകളുടെയും ആ വചനങ്ങളുടെയും പ്രാർത്ഥനകളുടെയും ഒക്കെ അർത്ഥമറിഞ്ഞുകൊണ്ട് ഖൽബ് പങ്കെടുത്ത് ഒരാൾ നമസ്കരിച്ചാൽ, ഖൽബ് നിസ്കാരത്തിൽ പങ്കെടുക്കണം, വെറുതെ നിസ്കരിക്കല്ല, ഹൃദയം പങ്കെടുത്തുകൊണ്ട് നമസ്കരിച്ചാൽ അവന്റെ നമസ്കാരത്തിന്റെ പ്രത്യേകത എന്താ? രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചതിന്റെ ഫലം ഒരു 2 റക്അത്ത് അയാൾക്ക് കിട്ടുന്ന മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത്. അങ്ങനെയുള്ള ഇബാദത്തുകളാണ് നമ്മൾ നിർവഹിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത്തെ ഒരു മാർഗം പഠിപ്പിച്ചത്, ഹൃദയം ശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കണം. സമ്പത്ത് പിശുക്കി വെക്കാതെ എടുത്തു കൊടുക്കണം. നല്ല മനസ്സിന്റെ ഉടമകൾ എന്ന് പറഞ്ഞാൽ അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഓതി പഠിപ്പിച്ചത്, ഖുദ് മിൻ അംവാലിഹിം സ്വദഖ. റസൂലിനോട് പറയാണ്, റസൂലേ അവരോട് സമ്പത്തിൽ നിന്ന് ദാനം ചെയ്യാൻ പറ, സമ്പത്ത് എടുത്തു കൊടുക്കാൻ പറ. അങ്ങനെ കൊടുത്താൽ എന്താ കിട്ടുക? തുതഖിറുകും വതുസക്കീഹിം ബിഹാ. അവരുടെ സമ്പത്തും ശുദ്ധിയാകും, അവരുടെ ഖൽബും ശുദ്ധിയാകും, ജീവിതം നന്നാകും, അവരുടെ സമ്പത്തും ശുദ്ധീകരിക്കപ്പെടും. അതുകൊണ്ട് പിശുക്ക് കാണിക്കണ്ട. ലാ യജ്തമിഉ ശുഹ. നേരത്തെ പറഞ്ഞല്ലോ 2 കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരുമിച്ച് നിൽക്കൂല എന്നുള്ള ഹദീസ്. അതേപോലെ റസൂലുള്ളാഹി പിശുക്കുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു ഹദീസ് കാണാം, ലാ യജ്തമിഉ ശുഹു. ഒരു മനുഷ്യൻ 2 കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിൽക്കൂല. അത് അശ്ശുഹു വൽ ഈമാൻ. പിശുക്കും ഈമാനുമാണ്. പിശുക്കുള്ള മനസ്സിൽ ഈമാൻ ദൗർബല്യമാണെന്നർത്ഥം. ദാനം ചെയ്യാൻ എടുത്തു കൊടുക്കുന്നുണ്ടോ, പിശുക്കില്ലാത്ത ഖൽബുണ്ടോ, അത് ഈമാനിന്റെ അടയാളമാണ്. അതുകൊണ്ട് എടുത്തു കൊടുക്കാൻ കാണിക്കുന്ന നല്ല മനസ്സ് വേണം. എന്നിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശ്ശുഹു വൽ ഈമാനു ഫീ ഖൽബി അബ്ദിൻ അബ്ദാ. ഒരു ഖൽബിൽ ഈ 2 കാര്യങ്ങൾ ഒരിക്കലും ഒരുമിച്ച് നിൽക്കൂലാണ്. പിശുക്കും ഈമാനും ഈ ഒരു വിശ്വാസിയുടെ ഖൽബിൽ ഇത് 2 ഒരുമിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, സൂക്ഷ്മത പാലിക്കുന്ന, ശ്രദ്ധ കാണിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ കണ്ണിചേരുക. ആ രൂപത്തിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ ശുദ്ധീകരിക്കാനുള്ള ഇത്തരം മാർഗങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഉസീകും സാനിയൻ ബിത്തഖ്വല്ലാഹ്.
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഖൽബ് ശുദ്ധീകരിക്കപ്പെടാനുള്ള മാർഗങ്ങളെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും എണ്ണി പഠിപ്പിച്ചതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് മുഹബ്ബത്തുല്ലാഹി വ റസൂൽ ജീവിതത്തിൽ ഉണ്ടാവണം. നമസ്കാരം നിലനിർത്തുന്നവരാവണം. സകാത്ത് കൊടുക്കുന്ന, സ്വതക്കകൾ വർദ്ധിപ്പിക്കുന്ന ആളുകളായി നമ്മൾ മാറണം. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം നമ്മൾ നിലനിർത്തുക. ഖുർആനിൻ്റെ പാരായണവും ഖുർആനിൻ്റെ പഠനവുമൊക്കെ നമ്മുടെ ഖൽബ് നന്നാക്കുമെന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചത്. യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ വഹുദം വറഹ്മത്തൽ ലിൽ മുഅ്മിനീൻ. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ബോധ്യപ്പെടുത്തുകയാണ്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബികും, നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്കൊരു മഹത്വരമായ ഒരു സന്മാർഗത്തിന്റെ ഒരു ഗ്രന്ഥം നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സന്മാർഗത്തിന്റെ വഴി നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത വശിഫാഉൻ, അത് ശിഫയാണ്, ശമനമാണ്. ശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, ഹൃദയങ്ങളിൽ പിടിപെടുന്ന രോഗങ്ങൾക്കുള്ള ശിഫയാണ്. ഹൃദയങ്ങൾ പിടിപെട്ട് കിടക്കുന്ന രോഗങ്ങൾ, അസൂയ, പക, വെറുപ്പ്, വിദ്വേഷം, ഇതുപോലെയുള്ള രോഗങ്ങൾ അല്ലാത്ത സകല രോഗങ്ങൾക്കുമുള്ള ശമനമാണ് പരിശുദ്ധ ഖുർആൻ. ഹൃദയം കഴുകി വൃത്തിയാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗമാണ് സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആനുമായുള്ള ബന്ധത്തെ നമ്മൾ ഊട്ടിയുറപ്പിച്ച് മുന്നോട്ട് പോവുക. ആ ഒരു ശ്രദ്ധയും സൂക്ഷ്മതയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അത് ഏറ്റവും പ്രധാനമാണ്. ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇബാദത്തുകളോടൊക്കെ കൂടുതൽ ശ്രദ്ധ കാണിച്ച് മുന്നോട്ട് പോവുക. ഖുർആൻ നമ്മുടെ വീടുകളിൽ സ്ഥിരം ഓതുന്ന, നമ്മൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ ഖുർആനുമായുള്ള ബന്ധം നമ്മൾ എപ്പോഴും നിലനിർത്തണം. ഖുർആൻ പഠന സംരംഭങ്ങൾ നമ്മുടെ നാട്ടിലില്ലേ? എത്ര ആളുകൾ പങ്കെടുക്കുന്നു സഹോദരങ്ങളെ? ആഴ്ചയിൽ നടക്കുന്ന ഖുർആൻ ഹദീസുകൾ പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടും അതിലേക്ക് കടന്നു വരാത്ത, ഇനിയും ചിന്തിച്ചിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ തിരുത്തണം. നന്നാവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് എന്നൊരു തിരിച്ചറിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനം സഹോദരങ്ങളെ, നോക്കൂ, നിങ്ങൾ ഏറ്റവും നല്ല ഒരു ഇബാദത്ത് ഇനി വരുന്ന ഈ മുഹറം 9-10 ദിവസങ്ങളിലെ നോമ്പിന്റെ ഫള് കൂടി നമ്മൾ കൂട്ടത്തിൽ അറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 9ന്റെ നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞത്, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ ഞാൻ മുഹറം 9ന്റെ നോമ്പ് ഞാൻ അനുഷ്ഠിക്കുമെന്നതാണ്. അത് സുന്നത്താണ്. മുഹറം 10ന്റെ നോമ്പും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും പ്രബലമായി തന്നെ നമുക്ക് പഠിപ്പിച്ചത് നമുക്ക് കാണാം. ഹദീസിൽ നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരികയാണ്, അഫ്ളലുസ് സിയാമു ബഅദ റമളാൻ, റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ശഹ്റുല്ലാഹിൽ മുഹറം, അത് മുഹറം മാസത്തിലെ നോമ്പാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് അഫ്ളലായ ആ നോമ്പിനെ സംബന്ധിച്ച് ഹദീസിന്റെ ബാക്കി കൂടി നമ്മൾ മനസ്സിലാക്കണം. അഫ്ളലുസ് സ്വലാ, നമസ്കാരങ്ങളിൽ ഫർളായ നമസ്കാരം കഴിഞ്ഞാൽ, ബഅദൽ ഫരീള, ഫർളായ നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം സ്വലാത്തുൽ ലൈൽ, രാത്രി നമസ്കാരമാണെന്നും അതേ ഹദീസിന്റെ ബാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പിന്നെ റവാഹു മുസ്ലിം, ഇത് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ നോമ്പും അതുപോലുള്ള സുന്നത്തുകളോടൊക്കെ നമുക്കൊരു കൂടുതൽ ഹുബ്ബുണ്ടാക്കിയെടുക്കുക. നമ്മൾ കൂടുതൽ ദീനിലേക്ക് ഖൽബിനടുപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരം രോഗങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അകന്നു പോകുമെന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവുക. അതിൻ്റെ കൂടെ ഏറ്റവും പ്രധാനമാണ് മരിക്കുമെന്നൊരു ബോധം സദാസമയത്തും നമ്മുടെ ജീവിതത്തിൽ വേണം. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മേഖലയാണത്, മരിക്കും. അക്സിറു ദിക്റ ഹാദിമിൽ ലസ്സാത്തിൽ മൗത്ത്, ധാരാളമായി നിങ്ങൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കണമെന്ന, നാളത്തെ നിങ്ങളുടെ സകല സ്വപ്നങ്ങളെയും മുറിച്ചു കളയുന്ന മരണം ഏത് സെക്കൻഡിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടെങ്കിൽ നാളെ ഒരുപക്ഷെ മയ്യത്തായി 6 അടി മണ്ണാകുന്ന ഖബറിലേക്ക് നമ്മളെ ഇറക്കി വെക്കുന്ന ദിവസം നാളെ നമ്മുടേതാവാം, ഇന്ന് വൈകുന്നേരമാവാം. ഒന്നും ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ശരീരമാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതമാണ് നമ്മുടെ ജീവിതം. അത്രയേ ഉള്ളൂ, നിസ്സാരമാണ് നമ്മുടെ ജീവിതം. ഖുലിഖൽ ഇൻസാനു ദഈഫ, എല്ലാ അഹങ്കാരവും ആ ഒരു ചിന്താഗതി കൊണ്ട് ഇറക്കി വെക്കുക. ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ ദുർബലനാണ്. ആ ദുർബലനാണെന്ന ബോധത്തോടു കൂടി നന്ദിയുള്ള അടിമകളായി ജീവിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല
അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ജീവിതത്തിൽ പാലിച്ച് അത് ലംഘിക്കാതെ ജീവിതത്തെ ക്രമീകരിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അസുഖം ബാധിച്ച് കിടക്കുന്ന ആളുകളുണ്ട്, അള്ളാഹു എല്ലാവർക്കും ഷിഫാഉൻ ആജിലിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രാർത്ഥിക്കാൻ പ്രത്യേകം ആവശ്യപ്പെട്ട ഇന്നലെ മരണപ്പെട്ടുപോയ നമ്മുടെ സഹോദരൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പുറത്തു കൊടുക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെയും നമ്മളെയും ഒക്കെ അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നന്മകളിൽ നിന്ന് പരമാവധി നന്മകളിലേക്ക് അടുക്കുവാനും പാപങ്ങളിൽ നിന്ന് ജീവിതത്തെ മുഴുവനും ശുദ്ധീകരിക്കാനുമുള്ള നല്ല മനസ്സ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. കഴുകിക്കളഞ്ഞ് ശുദ്ധീകരിച്ച കൽബോടുകൂടി അള്ളാഹുവിൻ്റെ കോടതിയിൽ ഒത്തൊരുമിച്ച് കൂടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരു ഇടം നമുക്ക് എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب دعوات يا قاضي الحاجات ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.